ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് കണ്ടോ, നമ്മുടെ കപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാൻഡ് ഫിറ്റ് ചെയ്യുന്ന തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാർട്സൊക്കെ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. കറക്റ്റായിട്ട് നമുക്കിത് കിട്ടണം അളവുകളൊക്കെ. ഇനി നമുക്ക് ബാൻഡ് തയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ബാൻഡ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബാൻഡിൻ്റെ ഇൻസൈഡ് പീസിന് വേണ്ടി നമ്മളൊരു പാൻറ് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം കളർ തന്നെയാണ് നമ്മുടെ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തതാണ്, കറക്റ്റ് പീസാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ രണ്ട് വശം, ഇത് നമുക്ക് സൈഡ് വശമാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ഭാഗം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ലൈനിങ്ങിന് വേണ്ടി നമ്മളൊരു രണ്ട് പീസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് നമ്മുടെ പാൻറ്റിൻ്റെ പീസിനെ നമ്മൾ ഇതുപോലെ ആദ്യം ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഇതുപോലെ ലൈനിങ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാൻഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമുക്ക് കറക്റ്റ് ബാൻഡിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലായി ഇതുപോലെ വെക്കുക കേട്ടോ, ഇതുപോലെ. ഇപ്പോൾ നമുക്കിത് ഫ്രണ്ട് വശമാണ്, ഇത് നമ്മുടെ സൈഡ് വശമാണ്. ഇപ്പോൾ ഫ്രണ്ട് വശത്താണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ആദ്യം നമ്മുടെ പാൻറ് പീസിൻ്റെ വെക്കുന്നു, അതിനുശേഷം നമുക്ക് ലൈനിങ് പീസ് വെക്കുന്നു, അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കറക്റ്റ് പീസിനെ ബാൻഡിൻ്റെ പീസിന് ഇതുപോലെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡിനെയും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാൻഡ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഫ്രണ്ട് ഭാഗത്ത് തുടങ്ങി നമ്മുടെ സൈഡ് വശത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ് നിർത്തത്. രണ്ടാമത്തെ ബാൻഡ് നമ്മൾ സൈഡ് വശത്ത് വരുന്ന രീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങണം കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണോ സ്റ്റിച്ചിങ് നിർത്തിയത് അതിൻ്റെ അതേ ഭാഗത്ത് തന്നെ വേണം നമുക്ക് രണ്ടാമത്തെ പീസും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ നഖം വലിച്ചതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബാൻഡിന് ഇത് നമ്മുടെ നല്ല പീസ് കണ്ടോ, ബാൻഡിൻ്റെ നല്ല പീസാണ് നമുക്കിവിടെ മുകളിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം. ഒരു പ്രഷർ വുഡിൻ്റെ വീതി നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലുള്ള ബാൻഡിനെയും ഇതുപോലെ പിടിച്ച് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു മാർക്കിനെ കറക്റ്റായി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് കേട്ടോ, പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇവിടെയും ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കേട്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പം നമുക്ക് രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇത് നമ്മുടെ ലൈനിങ് പീസാണ്, അതായത് നമ്മുടെ ഉൾവശം വരുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ നല്ല വശമാണ് കേട്ടോ, നല്ല നമ്മുടെ ബാൻഡിൻ്റെ ഒറിജിനൽ പീസാണിത്. അടിവശത്തുള്ളത് നമുക്ക് ലൈനിങ് ഭാഗമാണ് കണ്ടോ. ഇത് നമുക്ക് ബ്ലൗസ് തയ്ച്ചാൽ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു പീസുകളെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കറക്റ്റ് ഒറിജിനൽ ബാൻഡിൻ്റെ അളവിനനുസരിച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ലൈനിങ് പീസും ഉള്ളിലുള്ള പീസും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് പീസും രണ്ട് ബാൻഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശമാണിത്, ഒന്ന് മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഉൾവശം കണ്ടോ, മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഉൾവശമാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ബാൻഡിന് കണ്ടോ, നല്ല വശമില്ലേ, നല്ല വശത്തുള്ള ബാൻഡിൻ്റെ പീസ് ഇത് നമ്മുടെ ഉൾവശത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ നല്ല വശത്തുള്ള ഈ ഒരു ബാൻഡിൻ്റെ പീസും നമ്മുടെ ഈ ഒരു പാൻറ് പീസിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കും കേട്ടോ, നിവർത്തി വെക്കുക. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിന് കറക്റ്റായിട്ട് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ കപ്പ് പീസിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ സാധാരണ തയ്ച്ചെടുക്കുന്ന ഒരൊറ്റ വീതിയിൽ കറക്റ്റായിട്ട് നമ്മളിത് സ്റ്റിച്ച് എടുക്കുക. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ചും പോയിന്റ് വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പ് പിടിക്കുന്നത്. അതിനനുസരിച്ച് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു മെയിൻ ടെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറുതായി ഒന്ന് മടക്കി കൊടുക്കാം. ആ ഒരു കോണ് പോലെ വരുന്ന ഭാഗത്ത്
ഇനി നമുക്ക് ഇതേ രീതിയിൽ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി കണ്ടോ. നമ്മുടെ ഫ്രണ്ട് വശം നമുക്ക് കറക്റ്റാണ്. എന്നാൽ ഇവിടെ കണ്ടോ നമുക്ക് സൈഡ് വശം നമുക്ക് അല്പം കൂടുതലുണ്ട് കണ്ടോ. അത് പ്രശ്നമില്ല. നമുക്ക് എന്നാൽ നമ്മുടെ ഫ്രണ്ട് വശം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. സൈഡ് വശത്ത് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം സൈഡ് ഭാഗം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ഭാഗം, നമ്മുടെ ബാൻഡ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ബാൻഡിൻ്റെ അളവിൽ എത്രയാണോ വ്യത്യാസം വന്നിരിക്കുന്നത് ആ അളവിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബാൻഡിൻ്റെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച്, സൈഡിൽ നിന്ന് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗം കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാൻഡിൽ എങ്ങനെയാണോ സ്റ്റിച്ചിങ് നിർത്തിയത് അതേ അളവിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡിൽ സ്റ്റിച്ചിങ് തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് വശം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം നമുക്ക് കറക്റ്റായി കിട്ടി. അപ്പോൾ നമുക്ക് സൈഡ് പീസ് രണ്ട് ഭാഗത്തും നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാൻഡ് തയ്ച്ചാൽ നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡിനെ നമ്മൾ ഇതുപോലെ പിടിക്കുക കേട്ടോ. നമ്മുടെ കപ്പിൻ്റെ പീസിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ കപ്പിൻ്റെ പീസിനെ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടി ലൈനിങ്ങിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ ആ ഒരു സ്റ്റിച്ചിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ സൈഡിലുള്ള സ്റ്റിച്ചിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉൾവശത്ത് സ്റ്റിച്ചിനെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഉൾവശത്ത് ഇത് മറിച്ചിടാം. ഇതിന് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉൾവശം കൊണ്ടോ നമുക്ക് ലൈനിങ് അത് കവർ ചെയ്ത് നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് കൊണ്ട് നമ്മുടെ തയ്യൽ തുമ്പ് കവർ ചെയ്ത് കിട്ടി. നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിനെ നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാൻഡിൻ്റെ പീസിനെ നമുക്ക് ഉൾവശം കണ്ടോ കറക്റ്റ് കവർ ചെയ്ത് കണ്ടോ. ഇവിടെയുള്ള തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കത് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു രീതിയിലാണ് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോവുക. എന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് വശത്ത് നമ്മളൊരു ആ ഒരു പീസുകളൊക്കെ കൂട്ടി നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം. കാരണം നമ്മളിത് തീരെയൊക്കെ തയ്ക്കുന്ന സമയത്ത് തുണികൾ തെന്നിമാറിപ്പോകും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പിന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വശം നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും കറക്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ചിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് ഇതിനെ നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കണ്ടോ നമുക്കത് കവർ ചെയ്ത് കറക്റ്റ് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡ് നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾക്ക് ബാൻഡിനെ നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.